യാമം താണ്ടി പച്ച എന്നൊക്കെ എൻ്റെ നാട്ടിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. പല നാടുകളിലും ഈ സസ്യത്തിൻ്റെ പേരുകൾ പല പേരുകളിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സസ്യത്തെ എന്താണ് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരുന്നു. യാമം താണ്ടി പച്ച എന്ന പേര് വാക്കുമൊഴിയായി പറഞ്ഞു ലോപിച്ച് യാമാണ്ടി പച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ യാമം താണ്ടി പച്ച എന്ന പേര് വരാൻ കാരണം, അതായത് യാമം ഒരു സമയത്തിന്റെ 3 മണിക്കൂർ ചേർന്ന ഒരു ഭാഗത്തെയാണ് സാധാരണ യാമം എന്ന് പറയുന്നത്. അപ്പം ഈ സസ്യത്തിന്റെ ഔഷധ ശക്തി 3 മണിക്കൂറിനുള്ളിൽ ആ രോഗത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ യാമം താണ്ടി പച്ച എന്ന് ഒരു പേര് കിട്ടിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിലം പറ്റി വള്ളിപ്പടർപ്പ് പോലെ പടർന്നു പോകുന്ന ഒരു സസ്യമാണ് യാമം താണ്ടി പച്ച. ഇലകൾ ഇതുപോലെയാണ്. 2 വലിയ ഇലകളും ഏകദേശം അതിന്റെ പകുതിയോളം വരുന്ന 2 ഇലകളും ചേർന്ന് 4 ഇലകൾ ചേർന്നിട്ടുള്ള ഒരു സംഗമമായിട്ടാണ് ഇതിന്റെ ഇലകൾ ഉണ്ടായത്. തണ്ടുകൾക്ക് ഒരു ബ്രൗൺ നിറമാണ് ഇതിന്റെ തണ്ടുകൾക്കുള്ളത്. തണ്ടുകളിൽ ഏകദേശം ഇടവിട്ടാണ് ഇങ്ങനെ ഇലകൾ ജോഡികളായിട്ട് ഉണ്ടായി. ഇലകളിൽ പശ പോലുള്ള ചെറിയ കൊഴുത്ത ദ്രാവകങ്ങളുണ്ട്. ഈ ഇലകൾ നമുക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. കഴിച്ചു കഴിഞ്ഞാലും ഇത് വേറെ ചവർപ്പ് ഒന്നും ഈ ഇലകളിൽ ഇല്ല. ചില വൈറലായ വീഡിയോകളിൽ ഒടിഞ്ഞ എല്ലുകളെ പെട്ടെന്ന് കൂട്ടിച്ചേർക്കാൻ കഴിവുള്ള ഒരു സസ്യം എന്നൊക്കെ രീതിയിൽ, അതായത് നമ്മൾ അതിന്റെ ഇലകൾ മുറിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഇലകൾ ചേർത്ത് വെച്ചാൽ അവ പെട്ടെന്ന് ജോയിന്റ് ആകുന്നു, അതുപോലെ അസ്ഥികളെയും ജോയിന്റ് ചെയ്യാൻ അതിന് കഴിയും എന്നൊക്കെ രീതിയിൽ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏത് സസ്യമാണെന്ന് അത് ആ വീഡിയോയിൽ അവർ പറഞ്ഞു കൊടുക്കുന്നുമില്ല. അപ്പൊ ചില വീഡിയോയിൽ ഞാൻ കണ്ടതിൽ നിന്നും ഈ എലുമ്പൊട്ടി എന്നുള്ള ഈ സസ്യം ആ വീഡിയോയിൽ അവർ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പരീക്ഷണാർത്ഥം ഞാനത് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഞാനിപ്പോൾ ഇതിന്റെ ഇലകൾ മുറിച്ചതിന് ശേഷം ഞാനത് വീണ്ടും കൂട്ടി യോജിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഇലകൾ അതേപോലെ ചേർന്ന് നിൽക്കുന്നു. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഇലകൾ ഒരു പശ ഉള്ളത് കൊണ്ടാണ്. ആ പശ ഉള്ളത് കൊണ്ടാണ് ഈ ഇലകൾ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ ശരീരത്തിലെ നീര് കൂടാതെ ഇടി, ചതവ്, ക്ഷതങ്ങൾ എന്നിവയ്ക്കൊക്കെ ഒരു ഔഷധമായി ഉപയോഗിച്ച സസ്യമാണ് ഈ യാമം താണ്ടി പച്ച. നമ്മുടെ ഇടി, ചതവൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റു കഴിഞ്ഞാൽ ഈ യാമം താണ്ടിയും പച്ചരിയും ചേർത്ത് കുറുക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ കുറുക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 മണിക്കൂർ, അതായത് യാമം താണ്ടി ആ അസുഖം നിൽക്കില്ല, അതിനു മുമ്പ് തന്നെ അതിനെ സുഖപ്പെടുത്താൻ ഇതിന് കഴിയും എന്നൊക്കെയാണ് നാട്ടുവൈദ്യങ്ങളിൽ പറയുന്നത്. യാമം താണ്ടിയുടെ ഇലകൾ നമ്മുടെ നിലക്കടലാടി, അതായത് വള്ളിക്കടലാടി പോലുള്ള ഒരു സസ്യവുമായി ചെറിയ സാമ്യമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഈ കടലാടി വർഗത്തിന്റെ ഈ ചുവപ്പ് തണ്ടുകളും ഇലകൾ 2 വലുതും ബാക്കി 2 തീരെ ചെറുതുമായിരിക്കും. കൂടാതെ ആ ഇലകൾക്ക് രോമാവൃതമായിരിക്കും. ഇതിന്റെ യാമം താണ്ടിയുടെ ഇലകൾ രോമാവൃതമല്ല, പച്ചപ്പാർന്ന ഇലകളും ബ്രൗൺ നിറത്തിലുള്ള വള്ളികളുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതാണ് യാമം താണ്ടി പച്ച എന്നുള്ള സസ്യം. വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ശുഭദിനം.